ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂ നമുക്ക് കേട്ടാലോ. അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയോട് ചെന്ന് പറയുന്നുണ്ട്, എന്നോട് തർക്കുത്തരം പറയരുതെന്ന് നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ബ്ലഡൊക്കെ തുടയ്ക്കുമ്പോൾ ശ്രുതിക്ക് വേദനിക്കുകയാണ്. അപ്പോൾ കയ്യിൽ കുത്തിക്കിടന്ന ഒരു പൊട്ട് അശ്വിൻ വായ കൊണ്ട് കടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി കണ്ണ് മുറുക്കി ചിമ്മിയിട്ടുണ്ടാവും. ശ്രുതി എടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ ശ്രുതി കണ്ണ് തുറക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ പ്രണയമേ എന്നുള്ള പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അശ്വിൻ ശ്രുതിയുടെ കൈ കെട്ടി കൊടുത്തിട്ട് അശ്വിൻ്റെ വീട്ടിലേക്ക് പോവാണ് രണ്ടുപേരും കൂടി. അതിനുശേഷം അമ്മായിയും പ്രമീളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കട്ടോ മനോരമയുടെ ഈ സ്വഭാവം ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രീതിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാം, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കോളാം. പ്രീതി ഒരുപാട് തവണ എന്നോട് പറഞ്ഞിരുന്നു അമ്മയോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, എല്ലാം ഞാൻ കാരണം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പൂജ തുടങ്ങുകയാണ് കേട്ടോ. അഞ്ജലി ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കിവിടെ വണ്ടി കേടുവന്നതും കുഞ്ഞനും ശ്രുതിയും കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നോ ഒക്കെ പറയണേ. അപ്പോൾ മുത്തശ്ശിയും അഞ്ജലിയും കൂടെ ഇങ്ങനെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി കീരിയും പാമ്പും പോലെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്യാമിനെ തീരെ സഹിക്കൂല കേട്ടോ. ശ്യാം ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി വരാത്തത്, ഇവിടെ പൂജയ്ക്ക് സമയമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി വന്നോളൂ ശ്യാമേട്ടാ, സമയം ആവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ശ്യാം ശ്രുതി വന്നോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി വരുന്നത് തന്നെ എനിക്കേടെ ഷൂ ഒക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ. അത് കണ്ടുകൊണ്ട് വരുന്ന അഞ്ജലി, ശ്രുതി എനിക്ക് ഞാൻ വേറെ ചെപ്പലെടുത്ത് തരാം എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ ഷൂയിലേക്ക് തന്നെ നോക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതിക്ക് അയ്യോ മൊബൈൽ എടുക്കാൻ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് തിരിയാണേ. ആ സമയത്ത് തന്നെ നമ്മുടെ അശ്വിൻ കയ്യിൽ ഒരു കവറുമായിട്ട് വരികയാണ് കേട്ടോ. ഇവരുടെ അടുത്തേക്ക് നമ്മുടെ എനിക്ക് എത്താണ് കേട്ടോ. എന്താ ബ്രോ കയ്യിൽ എന്ന് പറയുമ്പോൾ പൂജ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് അവിടെ പോയി ഇരിക്കുക എന്ന് പറയണേ. ഓക്കെ ബ്രോ, ശ്രുതിക്കുട്ടി പെട്ടെന്ന് വരുന്നേ, എൻ്റെ അടുത്ത് ഞാൻ സീറ്റ് പിടിച്ച് വെക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി ഓക്കെ നന്ദു ചേട്ടാ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അശ്വിൻ കൊണ്ടുപോയി കവറ് റൂമിൽ വെച്ച് പോരുന്നുണ്ട്. അതൊന്നും ശ്രുതി അറിയുന്നില്ലേ. അങ്ങനെ ശ്രുതി ആ റൂമിലേക്ക് കയറുമ്പോൾ അവിടെ ആ കവറിന് പുറത്ത് തന്നെ ഒരു സ്ലിപ്പിൽ ശ്രുതികുമാരി ലക്ഷ്മിക്ക് എന്ന് എഴുതി ഒരു പേപ്പർ കാണുകയാണേ. അത് കണ്ടിട്ട് നമ്മുടെ ശ്രുതി അതെടുത്ത് നോക്കുകയും അതിലെ വള കാണുകയും അതൊക്കെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നീട് ഇത് എവിടുന്നാന്നുള്ള ഭാവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന സമയത്ത് അശ്വിൻ അവിടെ നിന്ന് നോക്കുന്നത് കാണുകയാണ് കേട്ടോ. അതിനുശേഷം അഞ്ജലി ജ്യൂസും കൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി തല ചുറ്റി വീഴുകയാണ് കേട്ടോ.